ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കളർ കുറഞ്ഞവരും വെളുക്കാൻ സഹായിക്കുന്ന എന്തൊരു ഫേസ് പാക്ക് ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ നിറമുള്ളവരിൽ കാണിച്ചാൽ നമുക്ക് റിസൾട്ട് മനസ്സിലാവില്ല, അതുകൊണ്ട് കറുത്തവരിൽ കാണിച്ചാൽ മാത്രമേ റിസൾട്ട് മനസ്സിലാവുന്നല്ല ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. ഇത് കറുപ്പൊരു മോശമാക്കുന്ന രീതിയിൽ പറയുന്നതൊന്നല്ല കേട്ടോ. ഒരുപാട് കമൻറ്റ്സ് അങ്ങനെയും കാണാറുണ്ട്, കറുപ്പിനെന്താ മോശം എന്നൊക്കെ. കറുപ്പ് ഒരിക്കലും മോശം കളറല്ല, കറുപ്പ് നല്ല കളറ് തന്നെയാണ്. പക്ഷേ ചിലർക്ക് മുഖം നല്ല സൗന്ദര്യം വർദ്ധിക്കാൻ ആഗ്രഹമുണ്ടാവും, അപ്പോൾ കുറച്ച് കളർ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കുള്ള ഒരു ഫേസ് പാക്കാണിത്. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി 1 ടീസ്പൂണോളം അരിപ്പൊടി എടുക്കുക കേട്ടോ. അരിപ്പൊടി എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ വറുക്കാത്ത പച്ചരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് 1 ടീസ്പൂണോളം കോൺഫ്ലോർ എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ പൊടിയാണ്. അത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് പാലാണ്. പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ പാലുണ്ടെങ്കിൽ പാല് തന്നെയാണ് നല്ലത് കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ പച്ചരിപ്പൊടി ഒരിക്കലും പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത് കേട്ടോ. തരിതരിപ്പുള്ള പുട്ടിൻ്റെ പൊടിയൊന്നും എടുക്കരുത്. ഭയങ്കര ഫൈനായിട്ടുള്ള പൊടി തന്നെ എടുക്കണം. നന്നായി മിക്സ് എടുക്കണം കേട്ടോ. അതുപോലെ കോൺഫ്ലോർ എന്ന് പറയുന്നത് ചോളപ്പൊടി എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഫേസിലേക്ക് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും സർക്കുലാർ മോഷനിൽ വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ താടിൻ്റെ ഭാഗത്തുനിന്ന് മേലയിലേക്ക് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ. ഇല്ലയെന്നാണെങ്കിൽ നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ മസാജിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും സൗന്ദര്യം വർദ്ധിക്കാനും അതായത് തൂങ്ങിപ്പോയ ചിന്നെല്ലാം ഒന്ന് റെഡി ആവാനെല്ലാം സഹായിക്കും. അപ്പോൾ 2 മിനിറ്റ് മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി നന്നായി ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ സമയം ഇല്ലയെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിലേക്ക് നിർബന്ധമായിട്ടും വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിത് വെള്ളത്തിൽ കഴുകി കളയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഇത് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല, 1-8 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിത് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഈ റിസൾട്ട് കണ്ടിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺഫ്ലവർ വാങ്ങിയിട്ടും അലോവേര ജെല്ല് വാങ്ങിയിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ, ഒരു ബേബി സോഫ്റ്റ് സ്കിൻ എന്നെല്ലാം പറയുന്ന പോലെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. പെട്ടെന്ന് തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടാവും. നമ്മുടെ സൺ ടാൻ എല്ലാം പെട്ടെന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാനും ഇത് സഹായിക്കും. ഇത് കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ ഒറ്റ യൂസ് തന്നെ ഇത്ര നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ചെയ്യാമെന്നാണെങ്കിൽ ഇതൊരു പെർമനൻറ്റ് റിസൾട്ടായിട്ട് കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എല്ലാം തന്നെ കമൻറ്റിലൂടെ വന്നിട്ട് അറിയിക്കുക. അപ്പോൾ ഇത് ഒറ്റ യൂസ് തന്നെ നമുക്ക് ഇത്ര ഗ്ലോ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം വിസിബിളായിട്ട് കാണുന്നുണ്ട് എന്നറിയില്ല, നേരിട്ടിട്ട് ശരിക്കും നല്ലൊരു ഡിഫറൻസ് തന്നെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിൽ അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എത്ര നിറം കുറഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഗ്ലോ വരാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിത് ഒരു മാസമെല്ലാം 1-8 ദിവസങ്ങളിൽ ചെയ്യാമെന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. പക്ഷേ അങ്ങനെ 1-8 ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരിക്കലും നമ്മുടെ ഫേസിൽ സ്ക്രബായി ആക്ട് ചെയ്യുന്ന രീതിക്കുള്ള അരിപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. പൗഡേർഡ് അരിപ്പൊടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.